അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർക്ക് അറിയാം. അതിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. പറഞ്ഞു വരുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നടപടി. കേസിന്റെ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ. പ്രധാന പ്രതിയായ നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തത് 87 ദിവസമാണ്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്ന വാദത്തിന് പരിഗണന നൽകിയേ മതിയാകൂ എന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചു. ഇത് എന്തുതരം വിചാരണയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും നടപടികൾ അനന്തമായി നീളാൻ കാരണക്കാരായതായും സുപ്രീം കോടതി വ്യക്തമാക്കി. കുറ്റാരോപിതനെതിരെ മുൻവിധികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ജാമ്യം അനുവദിക്കുകയാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമുണ്ടായേക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയേക്കും. ഇക്കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി വിചാരണ കോടതിക്ക് ശക്തമായ വ്യവസ്ഥകൾ ജാമ്യത്തിന് ഏർപ്പെടുത്താമെന്നറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി കസ്റ്റഡിയിലും ജയിലിലുമായി കഴിയുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇനി അല്പസം മുൻപ് ഒരു വാർത്തയിലേക്കാണ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം അത് ഹൈക്കോടതിയിലേക്ക് എത്തിയ ശേഷം അതിൽ ഒരു നടപടി ഉണ്ടാകും. ആ കേസിലെ ആരൊക്കെയാണ് ഇനി പുറത്ത് വരാൻ പോകുന്നത്, അത്തരമുള്ള കൗതുകങ്ങളും ഒപ്പം തന്നെ അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പുറത്തുവന്നത് അല്പം നിരാശപ്പെടുന്ന കാര്യമാണ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ പലരും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ അവർ അത് അറിയിച്ചതായിട്ടാണ് വിവരം. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കേസിന് താല്പര്യമില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഭൂരിഭാഗം പേരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ. കമ്മിറ്റിക്ക് മൊഴി നൽകിയ 50 പേരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടുകയാണ്. നേരിട്ടും ഓൺലൈനുമായാണ് മൊഴിയെടുപ്പ് തുടരുന്നത്. ഭൂരിഭാഗം പേരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായി. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നാണ് പലരും അന്വേഷണ സംഘത്തെ അറിയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് മൊഴിയെടുക്കുന്നത്. മൊഴിയെടുപ്പ് പൂർത്തിയായാൽ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ഈ റിപ്പോർട്ട് സഹിതം സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. ഇനിയിപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. നമ്മളത് കണ്ടത് ഡൽഹിയിലാണ്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി വരുന്നു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി സർക്കാരിനെ ഇനി അതിഷിയായിരിക്കും നയിക്കുക. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗമാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറി. അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് അതിഷി വ്യക്തമാക്കി. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ഒട്ടും അപ്രതീക്ഷിതമല്ല അതിഷിയുടെ സ്ഥാനലബ്ധി. അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞുകേട്ടതിൽ ആദ്യത്തെ പേര് മന്ത്രിസഭാംഗമായ അതിഷിയുടേതായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പേര് നിർദ്ദേശിച്ചത് അരവിന്ദ് കെജ്രിവാൾ. തീരുമാനം ഏകകണ്ഠമായെന്ന് AAP നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ്. दिल्ली के अंदर आगे सरकार को संचालित करने के लिए सुबह आम आदमी पार्टी के विधायक मंडल दल की बैठक हुई थी. बैठक में सर्वसम्मति से आतिशी जी को अपना विधानमंडल दल का नेता चुना गया था. ഡൽഹിക്ക് ഒറ്റ മുഖ്യമന്ത്രിയെ ഉള്ളുവെന്നും അത് അരവിന്ദ് കെജ്രിവാൾ ആണെന്നും അതിഷിയുടെ പ്രതികരണം. मैं आज ये जरूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. രാജ്നിവാസിലെത്തി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകിയത്. അതിഷിയും ഒപ്പമുണ്ടായിരുന്നു. അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത കാര്യം അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ അറിയിച്ചു. ആം ആദ്മി പാർട്ടിയിലെ കരുത്തുറ്റ വനിതാ നേതാവ് അതിഷി മർലേന
സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹി ഭരിക്കുന്ന വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി. വിനീത വിജി, 24, ഡൽഹി. ഡൽഹിയിലെ മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാമതൊരു വനിത കൂടി എത്തുന്നു. പക്ഷേ അപ്പോഴും പാർട്ടി കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് ഡൽഹി സർക്കാരിന്റെ മുഖമായി ഒരു വനിതയെ അവതരിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും. 26 വർഷത്തിന് ശേഷം ഡൽഹിയുടെ ഭരണം പിടിക്കാൻ BJPയും 12 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസും ഒരുക്കുന്ന തന്ത്രങ്ങൾ രാഷ്ട്രീയ കൗതുകമാവുകയും ചെയ്യും. ഒരമ്പ് പല ലക്ഷ്യം. അതിഷി ഡൽഹിയിൽ സർക്കാരിന്റെ മുഖമാകുന്നതിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഒരേ സമയം ലക്ഷ്യമിട്ടത് പല കാര്യങ്ങൾ. ജയിലിലായപ്പോൾ പാർട്ടിയെ നയിക്കാൻ സുനിത കെജ്രിവാൾ വരുമെന്ന ഊഹാപോഹങ്ങൾ കുടുംബാധിപത്യമെന്ന വിമർശനത്തിലാണെത്തിയത്. അതിഷിയിലൂടെ ആ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചു. കുടുംബാധിപത്യം ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന സന്ദേശം വനിതാ മുഖത്തെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഇനി എതിരാളികൾക്കും നേതാവാരെന്ന് വ്യക്തമാക്കേണ്ടി വരും. BJP ഡൽഹിയിൽ പരീക്ഷിച്ച വനിതകളിൽ സുഷമ സ്വരാജ് മാത്രമാണ് മുഖ്യമന്ത്രിയായത്. കിരൺ ബേദിക്കും മീനാക്ഷി ലേഖിക്കും ശേഷം ബാൻസുരി സ്വരാജാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ BJP മുഖം. സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ പരീക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്ന സമയവുമാണിത്. ഷീലാ ദീക്ഷിതിനു ശേഷം കോൺഗ്രസിനാകട്ടെ ഡൽഹിയിൽ ഉയർത്തിക്കാട്ടാൻ തലപ്പൊക്കമുള്ള മുഖമേയില്ല. തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ജനങ്ങളുടെ കോടതി തീരുമാനിക്കട്ടെ എന്ന് കെജ്രിവാൾ പറയുന്നു. ജനവധി തേടി മടങ്ങിയെത്തിയാൽ ആരോപണങ്ങൾ പഴങ്കഥയാകുമെന്നറിഞ്ഞാണ് ഈ നീക്കം. അപ്പോഴും ബാക്കിയുള്ള വെല്ലുവിളി പാർട്ടിയെ ഒന്നിച്ചു നിർത്തുക എന്നതാണ്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ BJPയിൽ എത്തിയതുപോലുള്ള പ്രതിസന്ധിയും മുന്നിൽ കാണണം. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. ഇനി നമുക്ക് കേരളത്തിലേക്ക് തിരികെ എത്തിയാൽ നിപ്പയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോയാൽ നിപ്പയിൽ ഇന്ന് ആശ്വാസ ദിനമായിരുന്നു. രോഗലക്ഷണങ്ങളുണ്ടായ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അതേസമയം 80 പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ 50 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. നിലവിൽ 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിനിടെ എംപോക്സ് രോഗലക്ഷണങ്ങളോടെ എടവണ്ണ ഓതായ് സ്വദേശിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്നും എത്തിയ 38-കാരനാണ് ചികിത്സ തേടിയത്. ഇയാളുടെ സ്രവം പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നതായി നമ്മൾ കണ്ടു. ഒരുപാടെണ്ണം വായിച്ചു നോക്കി. അതിലേക്കൊക്കെ വരാം. പാട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് പെട്ടെന്ന് പോകാം. കണക്ക് വിവാദത്തിൽ തട്ടി വയനാടിനുള്ള കേന്ദ്രവിഹിതം കുറയാതിരിക്കാൻ കരുതലോടെ പ്രതികരിച്ച് പ്രതിപക്ഷം. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുണ്ടാക്കി വിശ്വാസ്യത കളഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പഴിക്കാനായിരുന്നു മന്ത്രിമാർക്ക് ഉത്സാഹം. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെട്ട എസ്റ്റിമേറ്റിന് SDRF മാനദണ്ഡവുമായി ബന്ധമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കെങ്ങനെ വന്നുവെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഇതിനുത്തരവാദികളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി. വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്ര സഹായം നഷ്ടപ്പെടരുതെന്ന് കരുതലോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. എന്നാൽ ക്രിയാത്മക വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തിയാണ് മന്ത്രിമാരായ MB രാജേഷും മുഹമ്മദ് റിയാസും എസ്റ്റിമേറ്റ് എങ്ങനെ തയ്യാറാക്കി എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് കാലാണ കിട്ടരുത്, കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത്, ഈ സർക്കാർ നരകിച്ചു പോകണം, ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ്. തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു. പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചുവടുമാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ? കണക്കുകളിൽ ചോദ്യമുയരുമ്പോഴും ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിനപ്പുറം മറുപടിയില്ലാതെ മൗനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഇന്നലെ വാർത്തയുണ്ടായിരുന്ന സിനിമാ മേഖലയിൽ പുതിയ സംഘടന വരുന്നു എന്നുള്ളത്. ആ പുതിയ സംഘടനയെ സ്വാഗതം ചെയ്ത് കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. നിഷ്പക്ഷവും പുരോഗമനപരവുമായി ചിന്തിക്കുന്ന സംഘടന നല്ലതാണെന്ന് സംവിധായകൻ വിനയൻ അഭിപ്രായപ്പെട്ടു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന് സിനിമാ മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസും 24-നോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ സംഘടനകളിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ബദൽ സംഘടന രൂപീകരിക്കാൻ ആഷിഖ് അബു, അഞ്ജലി മേനൻ,
ലിജോ ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിയത്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പുതിയ സംഘടനയ്ക്ക് കൂടുതൽ സിനിമാ പ്രവർത്തകർ പിന്തുണ പ്രഖ്യാപിച്ചു. സംഘടനകളെ ഹൈജാക്ക് ചെയ്ത് നേതാക്കൾ സ്വന്തം കാര്യസാധ്യത്തിനായി ഉപയോഗിക്കുന്ന അവസ്ഥ മാറണമെന്ന് സംവിധായകൻ വിനയൻ. പുതിയ സംഘടനയിൽ ചേരുന്ന കാര്യം ആലോചിക്കുമെന്നും വിനയൻ 24-നോട്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ഉയർത്തുന്ന ആശയങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും ബദൽ സംഘടനയുടെ ഭാഗമാകില്ലെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുകയും അതിനകത്ത് ചില തിരുത്തലുകൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വരുത്തേണ്ട ചേഞ്ചസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വരുത്തിയെങ്കിൽ മാത്രമേ ഹോൾ മലയാളം ഇൻഡസ്ട്രിയിൽ അത് പ്രതിഫലിക്കുകയുള്ളൂ. നിലവിലെ സംഘടനകളുടെ പ്രവർത്തനശൈലിയിൽ അതൃപ്തിയുള്ള കൂടുതൽ പേർ പുതിയ സംഘടനയിൽ പങ്കാളികളാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 24 കൊച്ചി. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച യുവാവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് പരാതി. കോഴിക്കോട്ടെ ഹോട്ടലിലാണ് പരാതിക്കാരൻ ജോലി ചെയ്തിരുന്നത്. യുവാവ് കരാർ ജീവനക്കാരനാണെന്നും തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും ഹോട്ടൽ അധികൃതർ വിശദീകരിച്ചു. 2012 ബംഗളൂരുവിലെ ഒരു ഹോട്ടലിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. നിലവിൽ കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്നു. താൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ അധികൃതർ വഴി രഞ്ജിത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും അതിന് തയ്യാറാകാത്തതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുമാണ് യുവാവിന്റെ പരാതി. ആ ഒരു ദിവസം ഞാനിത് റിവീൽ ചെയ്ത സെക്കൻഡ് ഡേ എൻ്റെ കമ്പനിയിലെ പൊസിഷനിലുള്ള ആളുകൾ രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെടുകയും രഞ്ജിത്ത് അവരെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പിന്മാറാൻ അവരുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവരോട് പ്രതികരിക്കാഞ്ഞത് എൻ്റെ ജോലി സേഫാണ് എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ അവർ എന്നെ ഈ 3 ലോങ് ബ്രേക്ക് എടുത്ത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി അവർ ഗ്രൂപ്പിൽ നിന്നെല്ലാം എന്നെ ഒഴിവാക്കി. കംപ്ലീറ്റ് എൻ്റെ ജോബ് പോയി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യുവാവ് DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർ നടപടിയെന്നോണം ടൗൺ ACP ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം പരാതിക്കാരൻ ഹോട്ടലിലെ താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണെന്നും രഞ്ജിത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം ഹോട്ടലിന് മോശമാകുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതാണെന്നും ഹോട്ടൽ അധികൃതർ പറഞ്ഞു. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ ഇന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, പുതിയ പ്രേക്ഷകരും എല്ലാം ഇന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സാബു വിജയൻ പറയുന്നു, പ്രജിത ചേട്ടാ പ്രവിത ഇവിടെ. ഓക്കെ, പ്രവിത ഞാൻ പറഞ്ഞതാണ് കറുപ്പ് ഡ്രസ് ഇടല്ലേ എന്ന്. അപ്പം ആര്യ ദിലീപ് സൂപ്പർ വോയിസ് ഡിയേഴ്സ്. ടെസ പറയുന്നു വെരി നൈസ് സോങ്. ശ്രീരാജ് പറയുന്നു സൂപ്പർ. അപ്പോൾ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചന്ദ്രനും സുധീറും ഒക്കെ പറയുന്നുണ്ട്. അപ്പം മിനി ബാബു ഒരു കാര്യം പറയുന്നു, പ്രജിൻസിക്ക് വേണ്ടിയാണ് ഇന്ന് പ്രവിത പാടിയത്. കണ്ണാ കണ്ണാ എന്ന് പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന്. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് പ്രജിൻസിക്ക് വേണ്ടിയിട്ടല്ല പാടിയത്. കണ്ണൻ ആരാ? അച്ഛന്റെ പേരാണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പ്രജിൻസി കണ്ണന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് പാടിയതെന്ന് പറയേണ്ടി വരും. പവിത്രൻ പാതിരെ പറ്റി പറഞ്ഞു, പ്രജിൻ പ്രവിത നിങ്ങൾ ഇനി മുതൽ പാട്ട് മാത്രം മതി, വാർത്തകൾ വേറെ ആരെങ്കിലും വായിച്ചോട്ടെ. അയ്യോ ചേട്ടാ, പണി ചേട്ടാ കളിയാക്കിയതാണോ? ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ സിനിമയിൽ പാടും. ചേട്ടാ ഫോൺ നമ്പർ വേണോ ചേട്ടാ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ലമീൻ തങ്ങൾപ്പടി മറ്റൊരു കാര്യം പറയുന്നു, എല്ലാ ദിവസവും അല്ലമീൻ ചില സാമൂഹ്യ വിഷയങ്ങൾ പറയാറുണ്ട്. ഇന്ന് പറയുന്നത് വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു കൊണ്ടുവരണം, വയനാടിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കണമെന്നാണ് അല്ലമീന്റെ ഇന്നത്തെ ഒരു നിർദ്ദേശവും അഭിപ്രായവും. ഷംസു പറയുന്നു, പാട്ടൊക്കെ കൊള്ളാം, ഞങ്ങൾ മെസ്സേജ് വായിക്കണേ, 2 പേർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ശിവദാസ് പറയുന്നു, കുറച്ച് സ്ഥിരം പഴയ ആൾക്കാരുണ്ട്, അവരുടെ പേര് എപ്പോഴും പറഞ്ഞു വായിക്കും. അല്ല കേട്ടോ, ഞാൻ ശിവദാസിന്റെ കമന്റ് വായിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ താങ്കളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ പുതിയ പ്രേക്ഷകരുടെ കമന്റ്സ് ഉറപ്പായിട്ടും വായിക്കാറുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ പാട്ടിനെ ഇന്ന് പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻസ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞങ്ങൾക്കത് തീർച്ചയായിട്ടും അത് ഊർജ്ജം പകരുന്നതാണ്, മാറ്റങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കമൻസ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ പോന്നോട്ടെ, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ വായിക്കും, കൃത്യമായി തന്നെ അതിന് വേണ്ട പരിഗണന നൽകുകയും ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം നമുക്കിനി. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പ്രകോപിതനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ചോദിക്കാം എന്നാൽ തർക്കിക്കേണ്ട എന്നായിരുന്നു ബിരേൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുമോ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചാൽ നിങ്ങൾ അറിയും എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. 3ാം മോദി സർക്കാരിന്റെ 100 ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു മണിപ്പൂരും വിഷയമായത്.
കലാപം തുടരുന്ന സംസ്ഥാനത്ത് ബീരൻ സിംഗ് ഇനിയും മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്തുകൊണ്ടെന്ന് അമിത്ഷായോട് ചോദ്യം. ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകനോട് ചോദിക്കാം, എന്നാൽ തർക്കിക്കേണ്ട എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. सर चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं इतना वायलेंस के बाद भी. कुछ प्लान है करने का मणिपुर का चीफ मिनिस्टर? സംഘർഷം അവസാനിക്കാത്ത മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമോ എന്ന് മറ്റൊരു ചോദ്യം. തീരുമാനിച്ചാൽ നിങ്ങൾ അറിയുമെന്ന ഒറ്റവരിയിൽ അമിത്ഷായുടെ മറുപടി. मोदी जी मणिपुर विजिट करेंगे और सेकंड चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं. മണിപ്പൂരിൽ സമാധാനത്തിനായി ഇരുവിഭാഗങ്ങളുമായി ചർച്ച തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വഖഫ് ബില്ലിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. 24 ഡൽഹി. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. ആ വാർത്ത വരുന്നത് അന്തർദേശീയ വാർത്തയാണ്. ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത കൂടിയാണ്. അതിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കടക്കുന്നത്. ലെബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ നടുക്കി പേജർ ആക്രമണം. ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഫോണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത്. ലെബനനിലും സിറിയയിലും ഒരേ സമയം നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ 8 പേരും സിറിയയിൽ 7 പേരുമാണ് കൊല്ലപ്പെട്ടത്. ലെബനനിൽ കൊല്ലപ്പെട്ടവരിൽ 8 വയസ്സുകാരിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ലെബനൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലെബനനിൽ മാത്രം 2750 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100ഓളം ആശുപത്രികളിൽ അടിയന്തര സാഹചര്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മുഖവും കൈകളും തകർന്ന നിലയിലാണ് ഭൂരിഭാഗം പേരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സിറിയയിലെ ഡമാസ്കസിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവം. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ലെബനനിലെ ഇറാൻ അംബാസിഡർ മൊജദ്ബ അമാനിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി ഇറാൻ സ്ഥിരീകരിച്ചു. സംഘടിത ആക്രമണമാണ് നടന്നതെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം. ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നതായാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ഈ വാർത്തയിൽ ഒരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു എന്നതാണ്. മരണസംഖ്യ ഇപ്പോൾ 16 അല്ലേ പ്രജൻ? യെസ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും എസ് രാംകുമാർ ചെയ്യുന്നു. രാംകുമാർ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ അതിന്റെ ആക്രമണത്തിന്റെ ഒരു ഗതി മാറുകയാണോ? അത്തരം സൂചനകളാണോ വരുന്നത്? ഈ രീതിയിലുള്ള ഒരു ആക്രമണം അത് നമ്മൾ മുൻപ് കേട്ടിട്ടില്ല. പേജറുകൾ പൊട്ടിത്തെറിച്ച് ആക്രമണം നടത്തുക, അതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട്. നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആദ്യം എന്താണ് ഈ കാഷ്വാലിറ്റിയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടിയിട്ടാണ്, ലെബനനിലെ പ്രാദേശിക സമയം അനുസരിച്ച് 3:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഇത് വ്യാപകമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏകദേശം 4000ഓളം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 100ഓളം ആശുപത്രികളിലാണ് ഇത്തരത്തിൽ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 150 പേരുടെയെങ്കിലും നില അതീവ ഗുരുതരമെന്നാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം പങ്കുവെക്കുന്ന ഒരു വിവരം. ലെബനനിൽ മാത്രം ഇപ്പോൾ 9 പേർ മരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സിറിയയിലും സമാനമായ രീതിയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അവിടെ 7 പേർ മരിച്ചുവെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആകെ മരണസംഖ്യ ഇപ്പോൾ 16ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അസാധാരണമായ ഒരു സംഭവ വികാസമാണ് ഇത്. അതുമാത്രമല്ല, ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു. അവർക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഈ ഹിസ്ബുള്ള അതിൽ ഇടപെടുകയും ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ അതിന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു വർഷമായി തുടരുന്ന ഈ ഒരു പോര് ഒരു പുതിയ തലത്തിലേക്ക്
ഉയരങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവത്തോടുകൂടി. ഇസ്രയേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല, അവർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ കൂടി പേജറുകൾ ഇത്തരത്തിൽ അസാധാരണമായി പൊട്ടിത്തെറിച്ച് വ്യാപകമായി ആളുകൾക്ക് പരിക്കേൽക്കുകയും അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വലിയ തോതിൽ തകരുകയും ചെയ്ത, ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകരുകയും ചെയ്ത ഈ ഒരു സംഭവത്തിൽ ഹിസ്ബുള്ള സംശയമേതുമില്ലാതെ തന്നെ പറയുന്നു ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്ന്. അതുമാത്രമല്ല ലബനനിലെ ഔദ്യോഗിക ഭരണകൂടവും ഇപ്പോൾ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ലബനന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് ലബനന്റെ ഭരണകൂടം ഇതിനെ വിമർശിക്കുന്നത്. ഇറാനും സമാനമായ ആരോപണം ഇസ്രയേലിനെതിരെ ഉന്നയിക്കുന്നു. അത്യന്തം നീചമായ ഒരു ആക്രമണം, സാധാരണക്കാരായ മനുഷ്യരെ കൂടി അപകടത്തിലാക്കും വിധം നീചമായ ഒരു ആക്രമണം എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഹമാസ് അതുപോലെ തന്നെ സിറിയയിലെ ഈ സായുധ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ അവർ പോര് കടുപ്പിക്കുമ്പോൾ പോലും അവർ ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘടനയാണ്. അവർക്ക് ഇസ്രായേലിനെതിരെ പോര് കടുപ്പിക്കുമ്പോൾ പോലും അവർക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. 450ഓളം അംഗങ്ങളെയാണ് അവർക്ക് ഈ ഒരു വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇലക്ട്രോണിക് ഡിവൈസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ മാത്രം കെൽപ്പുള്ള എന്താണ് അത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ പെഗസസ് പോലുള്ള ചാര സോഫ്റ്റ്വെയർ ഇസ്രായേലിന് ഉള്ളതാണ് നമുക്കറിയാം. പക്ഷേ ഈ രീതിയിൽ പേജറിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ വഴിയോ ഒക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യം ശാസ്ത്രത്തിന് മുന്നിൽ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മുന്നറിയിപ്പ് അത് കൃത്യമായി ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇതിനോടകം നൽകി കാണില്ലേ? പ്രജിൻ, ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അടുത്ത കാലത്ത് അവരുടെ ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച ഉപകരണമാണ് ഇത് വളരെ അഡ്വാൻസ്ഡ് പേജറുകളാണ് അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാങ്കേതികമായ വിശദീകരണത്തിലേക്ക് ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ലബനനോ ഇറാനോ ഒന്നും തന്നെ ഇപ്പോൾ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് ഇത് സംഘടിതമായ ഒരു ആക്രമണമാണ്, ഇസ്രയേലിന്റെ ഇലക്ട്രോണിക് ആക്രമണം എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഹിസ്ബുള്ള അംഗങ്ങൾ അവർ പല സ്ഥലത്തായിട്ടാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പോക്കറ്റിൽ കിടന്ന പേജർ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ മകളോടൊപ്പം ഇരിക്കുന്ന ഒരാളുടെ പേജർ പൊട്ടിത്തെറിക്കുന്നു. ഇത്തരത്തിൽ ഒരു 10 വയസ്സുകാരി ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യം ഹിസ്ബുള്ള ഇതിൽ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടോ എന്നതിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ രണ്ടാമത് അവരുടെ പ്രതികരണത്തിൽ അവർ പറയുന്നത് അവർ പ്രാഥമിക വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇത് സംഘടിതമായ ഒരു ആക്രമണമാണ്, അതിനു പിന്നിൽ ഇസ്രായേലാണ് എന്നാണ്. എന്നാൽ ഇതിനൊരു സാങ്കേതിക വിശദീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പ്രജിൻ, ശരി, എന്തായാലും ഒരു വലിയ ആക്രമണം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരേ സമയത്താണ് ഈ രീതിയിൽ അത്ഭുതകരവുമാണ്. അതെ, 2 സ്ഥലങ്ങളിൽ 2 രാജ്യങ്ങളിൽ 2 പ്രദേശങ്ങളിലാണ് ഒരേ സമയത്ത് സംഘടിതമായ ആക്രമണം. ഒന്നിലധികം പേജറുകളിൽ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുക. അതിന് പിന്നിൽ എന്ത് ബുദ്ധിയാണ്, അത് എന്ത് ടെക്നോളജിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇസ്രായേലാണ് ഇതിന് പിന്നിൽ എന്ന് ഒരു സംശയത്തിനുണ്ട് നിൽക്കാത്ത കാര്യത്തിൽ ഹിസ്ബുള്ള പറയുന്നുമുണ്ട്. അപ്പോൾ കണ്ടറിയാം. തുടർ പ്രതികരണങ്ങൾ വരട്ടെ. ഇനി കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ്. ഒരാഴ്ചയായി ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. ഇത്ര ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദുഃഖകരം. വിമർശനം വരുന്നതിന് പിന്നാലെ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മൂന്ന് നിലകളുള്ള കെട്ടിടം. ഒരാഴ്ചയായി ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ രോഗികൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട്. രോഗികളെ തുണിയിൽ കെട്ടി ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മുകൾ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രോഗി താഴെ വീണിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. വീഴ്ച പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്താണെന്ന് നോക്കാം എന്താണെന്ന് പരിശോധിക്കാം. അതെ, എൻ്റെ ജില്ലയാണല്ലോ, എൻ്റെ മണ്ഡലത്തിലാണ്, ഞാൻ എന്താണെന്ന് പരിശോധിക്കാം. വിഷയത്തിൽ വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട.
കഴിഞ്ഞ ആഴ്ച പുറത്തുനിന്നൊരു വാർത്തയായിരുന്നു ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ ഗണേശ പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അതിന് പിന്നാലുണ്ടായ വിമർശനം, വിവാദമൊക്കെ. എന്തായാലും ആ രാഷ്ട്രീയ വിമർശനത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല എന്നതാണ് കൗതുകകരം. എന്നാൽ വിമർശിച്ചവർ ഗണേശ പൂജയ്ക്ക് എതിരാണ് എന്നായിരുന്നു വിവാദം സൂചിപ്പിച്ച പ്രധാനമന്ത്രിയുടെ പ്രതികരണം. താൻ പൂജയിൽ പങ്കെടുത്തത് കോൺഗ്രസിനെ അസ്വസ്ഥനാക്കിയെന്നും വിവാദത്തെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണപതി പൂജയിൽ പങ്കെടുത്ത വിവാദത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിഞ്ഞത്. താൻ ഗണേശ പൂജയിൽ പങ്കെടുത്തത് കോൺഗ്രസിനെയും കൂട്ടാളികളെയും അസ്വസ്ഥമാക്കി. ഗണേശ പൂജ ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നവരാണ് ഗണേശ പൂജയെ എതിർക്കുന്നത്. അധികാരമോഹികളെയാണ് ഗണേശ പൂജ പ്രശ്നത്തിലാക്കുന്നതെന്നും പ്രതിപക്ഷത്തെ ഉന്നം വെച്ച് നരേന്ദ്രമോദി പറഞ്ഞു. सत्ता के भूखे लोगों को गणेश पूजा से परेशानी हो रही है। आपने देखा होगा कांग्रेस और उसके इकोसिस्टम के लोग पिछले कुछ दिनों से इसलिए भड़के हुए हैं क्योंकि मैंने गणपति पूजन में हिस्सा लिया था। ഒഡീഷയിലെ പരിപാടിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണേശ പൂജയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിക്കെതിരെ നിയമരംഗത്ത് നിന്നടക്കം വലിയ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ ഗണേശ പൂജയെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രതിരോധിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. 24 ഡൽഹി. ഗണേശ പൂജയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പൂജയ്ക്ക് പോകുന്നു എന്നുള്ളതിലാണ് ഒരു പ്രശ്നം തോന്നുന്നത്. എന്തായാലും അതിൽ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല, മറിച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇതിൽ വിമർശിച്ചവരെ കുറ്റപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കാം. യെസ്, ഇനി നമ്മുടെ കമന്റ് ബോക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു സർപ്രൈസ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം. എന്താണെന്നറിയോ? എന്നും നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരാളാണ് നമ്മുടെ അൽ അമീൻ തങ്ങളിപ്പടി. ഇതാ കുറച്ച് മുൻപ് കൂടി അൽ അമീൻ്റെ ഒരു മെസ്സേജ്. അൽ അമീൻ എപ്പോഴും ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും പറയുന്ന ഒരാളാണ്. ആ അൽ അമീൻ തന്നെ ആണെന്ന് നമുക്കൊന്നുകൂടെ ചോദിച്ചുറപ്പിക്കാം. അതാ ഒരാൾ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. അത് അൽ അമീൻ തങ്ങൾപ്പടി തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ അൽ അമീൻ. നമസ്കാരം അൽ അമീൻ. ഹലോ, ഞങ്ങൾ പറഞ്ഞ അൽ അമീൻ തന്നെയാണോ ഇത്? അതെ അതെ അതെ. ഒരുപാട് അപ്പൊ സന്തോഷം. നേരിൽ കാണാൻ സാധിച്ചു. ഇന്ന് എല്ലാ ദിവസവും ട്രൈ ചെയ്യാറുണ്ടായിരുന്നോ വിളിക്കാൻ? അല്ല, ഇല്ല, അത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായി കാണുന്ന ഒരാൾ കൂടിയാണ്. കൃത്യമായിട്ട് എവിടെയാണ് വീട്? തൃശ്ശൂരിൽ എവിടെയാണ്? പുന്നിയാർക്കുളം, നമ്മളെ കമലാസുരയുടെ നാടാണ് പുന്നിയാർക്കുളം തങ്ങൾപ്പടി. ഓക്കെ. എന്ത് ചെയ്യുന്നു അല്ലമീൻ? ഞാൻ ട്രാവൽസ് വർക്ക് ചെയ്യാം. ട്രാവൽസ് ആൻഡ് ടൂറിസം. ശരി. ആഹാ, നൈസ്. അപ്പോൾ എന്തായാലും കമന്റ് ബോക്സിൽ എപ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം, ഒരു സോഷ്യൽ വർക്കറൊക്കെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം എപ്പോഴും ഉയർത്താറുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ? നമ്മള് എല്ലാ തമാശകളും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ പരിപാടി. നല്ല പ്രോഗ്രാമാണ്. അതിന്റെ ഇടയിൽ സാമൂഹ്യ വിഷയങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാന്നുള്ളൂ. വെരി നൈസ്, വെരി നൈസ്. കൊള്ളാം. അമീൻ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ ഉണ്ട്, വൈഫ് ഉണ്ട്, വൈഫ് ഹൗസിലാണ്. ഉമ്മ കിടന്നു കേട്ടോ. ശരി, സമയമല്ലോ. 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. ഒരാള് റാസൽ ഗൈമയിലാണ്, ഒരു സിസ്റ്റർ അവരുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ നമ്മളെ വിളിക്കുന്നത് വളരെ വിരളമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രേക്ഷകൻ തന്നെ നമ്മളെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലമീൻ സ്ഥിരമായി ഈ പ്രോഗ്രാം കാണുന്നയാളാണെന്ന് അറിയാം. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം അമീന് തോന്നുന്നുണ്ടോ? വളരെ മറ്റുള്ള എല്ലാ ചാനലുകളും ഉപരി വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് ഈ ടൈമിലെ. പ്രത്യേകിച്ച് 11:10-10:30 ടൈം. പിന്നെ പ്രേക്ഷകർക്ക് സംവദിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു പോയിന്റാണ്, ഒരു പോസിറ്റീവ് പോയിന്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഈ യുദ്ധപരമായ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമാണ്. കുട്ടികൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ സിറിയയിലൊക്കെ നടന്നതാണ്. അത് നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും വിഷമമുണ്ടാക്കുന്നതാണ് കുട്ടികളുടെ വിലാപം, അവരുടെ കരച്ചിലൊക്കെ. എന്ത് ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷേ അത്തരം സ്വരങ്ങൾ, എതിർ സ്വരങ്ങൾ ഉയർന്നു വരട്ടെ. അല്ലമീനെ പോലുള്ള ആൾക്കാർ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാവട്ടെ.
അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇനിയും പരിഹരിക്കപ്പെടട്ടെ. വാർത്ത ശ്രദ്ധ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടൂ. തീർച്ചയായിട്ടും നമുക്കത് വാർത്തയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വാർത്തയാക്കാം, അല്ലെങ്കിൽ നമുക്കത് പ്രേക്ഷകരെ അറിയിക്കാം. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിൽ. താങ്ക് യു സോ മച്ച് അമീൻ. പ്രേക്ഷകൻ എന്ന പറയില് ഒരു കുടുംബം പോലെയാണ് ശരിക്കും നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവരൊക്കെ. അതെ അതെ അതെ. ഒരു ഇനിയിപ്പോ 24 കുടുംബം ഇപ്പൊ പോലെ അല്ലമീനെ connect നേരിട്ട് ആണല്ലോ. കണ്ട ഒരുപാട് പേരുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ കമന്റ് ഇപ്പൊ നോക്കിയില്ല, അതെ. ഒരുപാട് പേരുടെ കമന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് അമീൻ ചാരിറ്റി വിളിച്ചതിന്. സാമൂഹിക പരിപാടിയിൽ എല്ലാം ചാരിറ്റി സാമൂഹികമായ പരിപാടികളിലുള്ള കണക്ട് പോലെ നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ഷോ ഒരു കണക്ട് ആണ്, പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അതെ, ഓ. തീർച്ചയായും. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഫോർ ദ ഗുഡ് വേർഡ്സ്. ഇനിയും അത്തരം അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അയക്കുക അല്ലമീൻ. ഒരുപാട് ഇത്തരം കാര്യങ്ങൾ എല്ലാ ദിവസവും പറയാണ്. പല സ്ഥലങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആൾ കൂടിയാണ് അല്ലമീൻ. അപ്പോൾ നേരിൽ കണ്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്കൊരു റിപ്പോർട്ടിലേക്ക് പോയാലോ? ഒരു പോസിറ്റീവ് റിപ്പോർട്ട്. അല്ലമീൻ ഒരു പോസിറ്റീവ് മനുഷ്യനാണ്. അപ്പോൾ അതെ. ഒരു പോസിറ്റീവ് റിപ്പോർട്ടിലേക്ക് പോകാം നമുക്ക്. ആ റിപ്പോർട്ട് ഇതാണ്. ചരിത്ര തീരുമാനവുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ICC ടൂർണമെന്റുകളിൽ പുരുഷന്മാർക്കും വനിതകൾക്കും ഇനി ഒരേ സമ്മാനത്തുക നൽകും. അടുത്ത മാസം തുടങ്ങുന്ന വനിതാ 2020 ലോകകപ്പ് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും. ലിംഗസമത്വത്തിൽ ചരിത്രം കുറിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ലോകകപ്പുകളിൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക ഇനമെന്ന ചരിത്ര നേട്ടം ഇനി ക്രിക്കറ്റിന് സ്വന്തം. ഇക്കഴിഞ്ഞ പുരുഷ 2020 ലോകകപ്പിലെ ജേതാക്കൾക്ക് 19.5 കോടി രൂപയായിരുന്നു സമ്മാനത്തുക. റണ്ണറപ്പുകൾക്ക് 10.6 കോടി രൂപയും. ഇതേ തുകയായിരിക്കും അടുത്ത മാസം UAEയിൽ നടക്കുന്ന വനിതാ 2020 ലോകകപ്പിലും നൽകുക. 2023 വനിതാ 2020 ലോകകപ്പിൽ 8.37 കോടി രൂപയായിരുന്നു ജേതാക്കളായ ഓസ്ട്രേലിയയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 134% വർധനവാണ് ജേതാക്കളുടെയും റണ്ണറപ്പുകളുടെയും സമ്മാനത്തുകയിൽ. ആകെ സമ്മാനത്തുക ഇരട്ടിയോളം വർദ്ധിച്ച 94 കോടി രൂപയും ആയിട്ടുണ്ട്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനും വനിതാ ക്രിക്കറ്റിന്റെ പ്രചാരത്തിനുമായി സമ്മാനത്തുക തുല്യമാക്കണമെന്ന തീരുമാനം കഴിഞ്ഞ വർഷം നടന്ന ICC വാർഷിക യോഗത്തിലാണ് എടുത്തത്. 2030 മുതൽ നടപ്പാക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീടത് നേരത്തെയാക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെ ഒരു ഈക്വാലിറ്റി അത് എല്ലാ മേഖലകളിലും വരട്ടെ. ഇതിപ്പോൾ നല്ല തീരുമാനമാണ്. ICC പിന്നാലെ മറ്റ് മേഖലകളിലും അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നാൽ പ്രജൻ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതിന് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോകാം. പ്രജനെ കുറച്ച് കൂടുതൽ കഴിപ്പിക്കാം. അങ്ങനെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലമീനെ കണ്ടതിൽ സന്തോഷമൊക്കെ ചില പ്രേക്ഷകർ അയക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ കമന്റ്സിലേക്കൊക്കെ വരാം. അപ്പം എന്താ ഓണത്തിന്റെ ആലസ്യമൊക്കെ ഇങ്ങനെ പതുക്കെ കഴിഞ്ഞ് വരികയാണ്. ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം സദ്യ ഉണ്ടതിന്റെ ആലസ്യമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്. എനിക്ക് സദ്യ കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. കഴിച്ചില്ലേ? അപ്പോ അത് ഒരു തവണ ഞാൻ 2 ദിവസം ഇവിടെ കഴിച്ചില്ല. ഒരു ദിവസം ഞാൻ ഇവിടെ കഴിച്ചുള്ളൂ. സദ്യയാണ് മെയിൻ. സദ്യ കഴിക്കാൻ ഒരു ദിവസം പറ്റിയില്ല, അതിന്റെ വിഷമാണ്. 2 ദിവസം പറ്റിയില്ല. ആലസ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായാലും ഓണാഘോഷം ഇങ്ങനെ പലയിടങ്ങളായി നടക്കുന്നുണ്ട്. കാരണം അതൊരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ, കുറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. പക്ഷെ നാളെ ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോ നാളെ കളർഫുൾ ഡേ ആണെന്ന് പറയാം. എന്താ സംഭവം? അതായത് നാളെ തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നു. അതെ, ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലിക്കളിക്ക് ഒരുക്കം അവസാന ഘട്ടത്തിലാണ് തൃശ്ശൂരിൽ. ഇക്കുറി 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. അരമണി കുലുക്കി കുടവയർ കുലുക്കി എത്തുന്ന പുലിക്കൂട്ടങ്ങൾ. മടകളിൽ നിറക്കൂട്ട് ചാലിച്ച് പുലികൾ തയ്യാറെടുക്കുകയാണ്. നാഴികയ്ക്കപ്പുറം മടകൾ പൊളിച്ച് പുലികൾ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങും. ഇക്കുറി 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ പുലിക്കളി തുടങ്ങാൻ അനുവാദം കിട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇക്കുറി 11 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും 3 പേർ അതിനകത്തുനിന്ന് 4 പേര് പിന്തിരിഞ്ഞു പോയി. 7 ടീമുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കുറി ആഘോഷത്തിനുള്ളത്. 31 മുതൽ 51 അംഗങ്ങൾ വരെ ഓരോ സംഘത്തിലും ഉണ്ടാകും. കരിമ്പുലി, ചെമ്പുലി, വരയൻപുലി തുടങ്ങി പെൺപുലി വരെ നീളുന്ന പട്ടികയിൽ സസ്പെൻസുകൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഓരോ ദേശവും. പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. കാരണം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞൊരു മാസമായിട്ട് പുലിക്കളി വേണ്ട എന്നുള്ളൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വരികയും അതിനെ തുടർന്നിട്ട് എല്ലാ സംഘങ്ങളും
അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്ത സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എന്താ പറയുക വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത്. പുലിക്കളിയുടെ ഭാഗമായി നാളെ രാവിലെ മുതൽ തന്നെ സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. 500-ലധികം വരുന്ന പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല. വൈകുന്നേരം 5 മണിക്ക് നായ്ക്കനാലിലാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ്. കോർപ്പറേഷൻ റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും കോർപ്പറേഷൻ റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആ കാത്തിരിപ്പിനൊപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങളും എല്ലാ പുലിമടകളിലും തകൃതിയായി നടക്കുകയാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ നാളെ ശക്തന്റെ മണ്ണിൽ പുലികളിറങ്ങാൻ പോവുകയാണ്. എല്ലാ റോഡുകളിലും കളർഫുൾ പുലികളെ നമുക്ക് നാളെ കാണാൻ കഴിയും. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ. വാഹനപ്രേമികൾ പലതരത്തിലുണ്ട് നമുക്ക് ചുറ്റും, പിന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ KSRTC ബസ്സിനെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പൊന്നാനി സ്വദേശിയാണ് ആൾ. അരവിന്ദൻ എന്നാണ് പേര്. അരവിന്ദന്റെ ആനവണ്ടി വിശേഷങ്ങൾ കങ്കേമമാണ്. അതിലേക്കാണ്. ഒരു പ്രാവശ്യം കയറിയാൽ വീണ്ടും യാത്ര ചെയ്യാൻ തോന്നിപ്പിക്കുന്ന വാഹനം. മലയാളികൾ അതിനെ ഇഷ്ടത്തോടെ ആനവണ്ടി എന്ന് വിളിച്ചു. യാത്രാപ്രേമികൾ ആനവണ്ടിയെ സ്നേഹിച്ചു. ആനവണ്ടി പ്രേമികളിലെ നിരവധി പേരിൽ ഒരാളാണ് അരവിന്ദ്. അരവിന്ദന്റെ KSRTC ബസ് യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സ്കൂൾ കാലഘട്ടം മുതലേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഇഷ്ടം കൂടി യാത്രകൾ മിക്കതും ആനവണ്ടിയിലായി. ഞാൻ വളരെ ചെറുപ്പം പോലെ തന്നെ KSRTCയോട് ഭയങ്കര ആരാധന, ഭയങ്കര അത്രത്തോളം ഇഷ്ടമായിരുന്നു എനിക്ക് KSRTC. അത് പ്രത്യേകിച്ച് ഒരു ചെറുപ്പം പോലെ തന്നെ കൂടുതൽ ഞാൻ എല്ലാവരും യാത്ര ചെയ്യാറും ആ കാലത്തും ഇപ്പോഴും അതെ. എവിടെ പോകുമ്പോഴും KSRTC മാക്സിമം KSRTC യാത്ര ചെയ്യാറുണ്ട്. ഒടുവിൽ അരവിന്ദൻ ഒരു KSRTC ബസ് വാങ്ങാൻ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ പുതിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു KSRTC പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. ഞാൻ അരവിന്ദന്റെ കയ്യിൽ 2 മിനിയേച്ചർ KSRTC ഉണ്ട്. പറയാനുള്ളത് ദാരിദ്ര്യത്തിന്റെ കഥയാണെങ്കിലും KSRTCയെ ഇതുപോലെ സ്നേഹിക്കാൻ എത്രയോ പേരുണ്ട് നാട്ടിൽ. സമീർ ബിൻ കരീം, 24, തിരൂർ. വെൽക്കം ബാക്ക്. ഓണക്കാലമാണ്. വാഹന വിപണിയിലും നല്ല ഉണർവാണ് അനുഭവപ്പെടുന്നത്. യുവാക്കളെ ലക്ഷ്യമിട്ട് സ്പോർട്ടി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പുതിയ Dio 125 പുറത്തിറക്കിയിരിക്കുകയാണ് ഹോണ്ട. വാഹനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. Dio wanna have fun. കുറച്ച് ഫൺ ആയാലോ? നല്ല പവറുള്ള ഫൺ ആയാൽ പിന്നെ ലൈഫ് ടൺ. നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും കൂടുതൽ പവറും കൂടുതൽ ഫണ്ടും പ്രദാനം ചെയ്യുന്ന സ്പോർട്ടി സ്റ്റൈലിഷ് മോട്ടോർ സ്കൂട്ടറാണ് Dio 125. കൂടുതൽ ഫൺ, കൂടുതൽ കരുത്ത് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നല്ലേ? മഫ്ലർ സൗണ്ട് ഉണ്ട്, സ്പോർട്ടിയർ ലുക്ക് ഉണ്ട്, എച്ച് സ്മാർട്ട് ടെക്നോളജി ഉണ്ട്. വാട്ട് നോട്ട്? റിയൽ ടൈം ഇൻഫോ, റിയൽ ടൈം മൈലേജ്, ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി ഈ വാഹനത്തെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ മീറ്റർ. ഇവനൊരു സ്കൂട്ടർ മാത്രമല്ല, കൗതുകങ്ങളുടെയും പുതുമയുടെയും പവർ ഹൗസ് ആണ്. അപ്പോൾ countdown starts to reveal the fun and only Dio wanna have fun. Dio 125. Is your heart set on to have fun? Do you wanna chase? Do you wanna race? Do you wanna get out and go to the race? Do you wanna flow? Do you wanna have fun? Power up! Do you wanna see? Do you wanna be the one who race the boundaries? Do you wanna play? Do you wanna pray? Do you wanna power up? Hey! Do you wanna... Presenting Dio 125 with Edge Smart Technology. More power, more fun. Do you wanna have fun? പ്രിയ പ്രേക്ഷകർ, ഇന്ന് വിട പറയാൻ സമയമായി. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ പുതിയ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഹായ് തരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവരുടെ ഒന്നും കമന്റ്സിലേക്ക് പോകാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നാളെ ഇതെല്ലാം പരിഹരിക്കാം. അപ്പോൾ തൽക്കാലം വിടവാങ്ങിയാണ്. നാളെ വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ.